ഹലോ ഗൈസ്, ഇപ്പോൾ സമയം ഒരു 4 മണി ആയിട്ടുണ്ടോ വൈകിട്ട്. ഇപ്പോൾ നമ്മുടെ ചായ കുടി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചായക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇരിപ്പില്ല. ഇപ്പോൾ സ്നാക്സോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക്. ഇപ്പോൾ മാസാവസാനം കൂടി ആയല്ലോ, അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായക്ക് എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിച്ചപ്പോഴാണ് കുറേ നാളായി അട ഉണ്ടാക്കിയിട്ട്. സാധാരണ അട ഉണ്ടാക്കുന്നത് ഈ കർക്കിടവാവിനൊക്കെയാണ് പ്രത്യേകിച്ച് ഈ അടയൊക്കെ ഉണ്ടാകുന്നത്. പണ്ട് കാലത്തൊക്കെ ഇഷ്ടംമാരെ ഉണ്ടാക്കുന്നുണ്ടോ, പക്ഷേ ഇപ്പോൾ അത് ചുരുങ്ങി. കാരണം ഇപ്പോൾ നമുക്ക് ബേക്കറിയിലൊക്കെ ഇത് കിട്ടുമല്ലോ. ബേക്കറിയിൽ പോയി അട തിന്നണോ അല്ലെങ്കിൽ ഉണ്ട തിന്നണോ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പോയത് ഇത്തിരി പണിയായത് കൊണ്ടും മടിഞ്ഞ് നമ്മൾ ബേക്കറിയിൽ പോയി അത് വാങ്ങിച്ച് കഴിക്കും. പക്ഷേ എനിക്കിപ്പോൾ എന്തൊരു കൊതി, ചൂടോടുകൂടി ഇപ്പം മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ചൂടോടുകൂടി ഇത് കഴിക്കാനായിട്ടൊരു കൊതിയും കൂടി വന്നപ്പോൾ പിന്നെ മക്കൾക്കും കൊടുക്കാമല്ലോ ഹെൽത്തി ആയിട്ട് വിചാരിച്ചപ്പോൾ ഞാൻ സായിനെ വിട്ടു. അരിപ്പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ സായിനെ വിട്ട് അരിപ്പൊടി വാങ്ങിപ്പിച്ച് ബാക്കി ശർക്കരയും ഏലക്കായും തേങ്ങയൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചായിരുന്നു. അതിനുശേഷം ഒരു പാത്രത്തിൽ എത്ര പൊടി വേണോ അത്രയും പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം പാകത്തിന് ആ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി വെച്ചട്ടോ. ആ ചൂടൊന്ന് പതിയെ കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ആ വേണ്ടി ഞാനതൊന്ന് കുഴച്ചെടുത്തായിരുന്നു കേട്ടോ. കുഴച്ചെല്ലാം പാകത്തിൽ കിട്ടിയായിരുന്നു. ഒപ്പം തന്നെ ശർക്കര ഞാൻ ആദ്യം ഉരുക്കിയായിരുന്നു. ഉരുക്കി അരിച്ചതിന് ശേഷമാണ് അതിലേക്ക് തേങ്ങയിട്ട് ഏലക്കായ പൊടിയിട്ട് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. സാധാരണ ആൾക്കാർ ചിലവർ ഉരുക്കാനുള്ള മടിയൊക്കെ ഉള്ളത് കൊണ്ട് ചിരകി, അതായത് പച്ച തേങ്ങയിൽ തന്നെ ചീകി ചേർക്കും. ശർക്കര ചീകി ചേർക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ശർക്കരയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉരുക്കിയെടുക്കുമ്പോൾ നമുക്കത് അരിക്കും തോറും നമുക്ക് ആ ശർക്കര അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്കും കൊടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ വെച്ചപ്പോൾ കല്ലൊക്കെ നമുക്ക് അടിക്കാം. അപ്പം ഞാൻ അങ്ങനെ ഉരുക്കിയതിന് ശേഷമാണ് അതിലേക്ക് തേങ്ങയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് ആ ശർക്കരയിൽ നല്ല രീതിയിൽ വറ്റിച്ചെടുത്തിട്ടാണ് ഞാനത് അട ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ വാഴയിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വാഴയുണ്ട്, അതുകൊണ്ട് വാഴയൊക്കെ നമ്മൾ സെറ്റാക്കിയായിരുന്നു. ഇലയൊക്കെ വെട്ടി നല്ല രീതിയിൽ കഴിയൊക്കെ എടുത്ത് ശേഷം അത് പരത്തി നമ്മൾ ഇടിത്തട്ടിൽ ഇട്ടായിരുന്നു. ഇത് ഒരു കാര്യം കൂടിയാണ് കേട്ടോ, നമ്മൾ ഈ ആവിയിലേക്കാൾ കൂടുതൽ ചുട്ടെടുക്കുകയാണെന്നുകൊണ്ട് ഇതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് അട റെഡി ആയിട്ടുണ്ട്. അട എടുത്തപ്പോഴേക്കും എൻ്റെ കൈ പോയി, കൈ നല്ലതായിട്ട് പൊള്ളിയായിരുന്നു. കാരണം ക്ഷമയില്ല നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ചൂടായ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നാണ്, കാരണം മധുരം കൂടിയല്ലേ. പിന്നെ നമ്മളിത് കഴിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അടയിൽ നമ്മൾ കഴിക്കുന്ന നല്ല ശർക്കര എന്തെങ്കിലും ഒഴുകി വരും. പക്ഷേ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കും, അവിടെ ഈ തേങ്ങ ശർക്കരയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ആ ഒരു നമുക്കിത് കിട്ടത്തില്ല. ആ ശർക്കര നീരിങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ നല്ല രീതിയിൽ അങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ ശർക്കര നീര് നമുക്ക് കഴിക്കുമ്പോഴൊക്കെ അത് ഒഴുകി വരും. അപ്പോൾ മക്കൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി കേട്ടോ. തമ്പുരുവിനാണെന്നെങ്കിലും സായിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. സായി 2 എണ്ണം കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞാനും കഴിച്ചു നോക്കി. കുറേ നാൾക്ക് ശേഷം ഇതുപോലെ ചൂടായിട്ടുള്ള അട കഴിച്ചത്, എൻ്റെ വായ പൊള്ളിയായിരുന്നു. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഒരു 7 മണിയൊക്കെ എപ്പോഴും വരുന്നത്. അപ്പോൾ ആൾക്ക് ഞാൻ ചായ കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഇത് ഓണാക്കിച്ചപ്പോൾ നീ ഇതാണ് വീഡിയോ എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ല, അട ഉണ്ടാക്കിയ കാര്യം. ആൾക്കും ഇഷ്ടമാണ്, അപ്പോൾ ആളും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.